ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ പുലരിയെ പാർത്തിരിക്കുന്നതുപോൽ. വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ, നീ ശാശ്വത വിശ്രാന്തി നൽകിടേണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യുവരിച്ചോരെ മോചിക്കണേ. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. എന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. മുഴങ്ങിടുന്നു മരണത്തിൻ മണിനാദം. മണ്ണിലെന്നും
സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, മരണത്തിൻ മണിനാദം മന്നിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മന്നിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും. ഒരു വത്സലരാം സ്നേഹരും ഒരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണത്തെ ഭയപ്പെടല്ലേ, അത് ഈശോയിലേക്കുള്ള പാതയല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും നാം മറന്നിടണം. മനസ്സിലെ മാലിന്യം നീക്കിടണം. മുറിവുകൾ സുഖമാക്കും നാഥന്റെ മുൻപിൽ അണഞ്ഞിടണം. മുറിവുകൾ സുഖമാക്കും നാഥന്റെ മുൻപിൽ അണഞ്ഞിടണം. മനുജാ നീ അണഞ്ഞിടണം, അണഞ്ഞിടണം. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം.
മറക്കരുതേ, മറന്നിടല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ, അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണത്തെ ഭയപ്പെടല്ലേ, അത് ഈശോയിലേക്കുള്ള പാതയല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. നിത്യമാം പ്രകാശമേ നയിക്കുകന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോ എൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. കാണുവാൻ അല്ല എൻ്റെ അർത്ഥന
ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ജീവനുള്ള തിരുവായകം നിർദ്ദിച്ചിട്ടുള്ള വചനം ഞങ്ങളുടെ മീതാസികം പൂർത്തീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളെ വാങ്ങിപ്പോയതിൻ്റെ വലത് ഭാഗത്തുനിന്നുകൊണ്ട് അതിൻ്റെ കണ്ണെ കാണുകയും പൂക്കുന്നത് വയലിൽ ചെടി പോലെ പാറക്കുമോ ശുഭോലാം പോലും മനോഹരം മാതാമനോലം ശരണ താലേതിൽ മണ്ണോടഞ്ഞൊരുദാസിയനേ ജീവാസരമതുണർത്തണമേ കവളേനുദ്യായ സർവൻകാല വിവേകുന്ന രാജാവിരത്തിൽ നിന്നിടുന്നേ ജീവൻ മലരാമേവർക്കും നൽകുന്നു. പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും കർത്താവിനെ പ്രകർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നെഞ്ഞൊത്തണമേ നല്ല വരുത്തു ഫലം ആകേ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ദൂരത്തും ചെന്നെത്താ തീരത്തും കാലം നിന്നെ തിരയുകയായി നാഥ നിന്റെ രാജ്യം വന്നിടുന്നതെന്നോ ദൂരത്തും ചെന്നെത്താ തീരത്തും കാലം നിന്നെ തിരയുകയായി.
വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ണലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. സകലത്തിന്റെ നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകപ്പെടുകയോടും കൂടെ വാനമേഖലയിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിജയ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിൻ്റെ പദ്ധതികളോട് ആമേൻ പറയുക പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ പദ്ധതികൾ അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വേർപാടും നമുക്ക് സ്വീകരിച്ചേ മതിയാവും. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ സഹോദരിയെ യാത്രയാക്കാം. ഈ മകളുടെ വേർപാടിൽ വേദനിക്കുന്ന അമ്മച്ചയും ജീവിത പങ്കാളിയും മകളെയും മറ്റ് സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അനുസ്മരിക്കാം. അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിതേരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും ത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അനുകരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ വചനം കേൾക്കുകയും
എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, പ്രത്യത മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സൂചിപ്പിച്ചു, വേർപാട് വേദനാജനകമാണ്. പെട്ടെന്നുള്ള ഒരു വേർപാട് അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു യാത്രയിപ്പാണിത്. ഇവർക്ക് നേരിട്ടിരിക്കുന്ന വലിയൊരു വിടവ്, നഷ്ടം, അത് നികത്താൻ നമുക്കാവില്ല. പക്ഷെ ആശ്വസിക്കാൻ ഒന്നുണ്ട്, ഈശോ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ കൂടെ വസിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പദ്ധതി സമ്മതിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ സമ്മതം മൂളുവാനുള്ള കരുത്തും കൃപയും ഈശോ ഇവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ കബറെടുത്തെങ്കിൽ കണ്ണീരൊഴുക്കിയെങ്കിൽ ആ ഈശോ ഇവർക്കും ആശ്വാസം പകരും, കരുത്തു പകരും. നമുക്കത് മാത്രമേ പറയുവാനുള്ളൂ, പ്രാർത്ഥിക്കാനുള്ളൂ. നമുക്ക് ഇവരോട് ചേരാം. പ്രിയമുള്ളവരെ, നമ്മുടെ മരിച്ച ശവസംസ്കാര ശുശ്രൂഷയുടെ പുസ്തകത്തിൽ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. അന്നീത പ്രയർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. എടുത്തു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് മറ്റൊരാളാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ്, ദൈവത്താൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് ഈ മരണമെന്ന എടുക്കപ്പെടല്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളൊരു താക്കോല്. ഈ താക്കോല് മോളിച്ചേച്ചിക്ക് ദൈവം നൽകി. ആ താക്കോല് ഉപയോഗിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഉറപ്പാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ വസിക്കുവാനായിട്ട് അവസരം ദൈവം ഒരുക്കും. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എന്നും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് വിശ്വാസത്തോടുകൂടി ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് നിത്യജീവന്റെ അപ്പത്തിൽ പങ്കുചേർന്ന് ജീവിക്കേണ്ടവരാണ്. വെറുതെ കളയേണ്ടതല്ല, കുഴപ്പിക്കളയേണ്ടതല്ല ഈ ജീവിതം എന്നൊരു വലിയൊരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ഈ സഹോദരിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഒരിക്കൽ കൂടി നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി, ഈ 3 വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. തമ്പുരാൻ ഇവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഉള്ളങ്ങൾ കാണുന്ന ദൈവം, വേദന താങ്ങുന്ന ദൈവം, ജീവിത നൗകയിൽ ആടിയുലയുമ്പോൾ അത്താണിയാകുന്ന ദൈവം. ഉള്ളങ്ങൾ കാണുന്ന ദൈവം, വേദന താങ്ങുന്ന ദൈവം, ജീവിത നൗകയിൽ ആടിയുലയുമ്പോൾ അത്താണിയാകുന്ന ദൈവം.
ആശ്വാസമേകുന്ന ദൈവം, ആഴത്തിലുഴലുമ്പോഴെല്ലാം ആശ്വാസമേകുന്ന ദൈവം, ഘോരമാം ഗർത്തത്തിൽ നിന്നും കാത്തുരക്ഷിച്ചിടുന്ന ദൈവം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ